ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഞാൻ പറയാമെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് ഞാൻ പറയാമെങ്കിൽ അപ്പോൾ നമസ്കാരം തുടങ്ങി. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ നിന്നിട്ട് എല്ലാവരുടെ അടുത്തും നമസ്കാരം പറഞ്ഞ് ഇന്നലത്തെ കാണിച്ചിട്ട് ലാലേട്ടൻ എപ്പിസോഡ് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അനീഷ് മോനെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് ഒരു ക്വിസ് മത്സരങ്ങൾ അവിടെ ആരംഭിച്ചു. അതിന് എല്ലാവരും ആൻസറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അനീഷിന് അത്രയ്ക്കൊന്നും അറിയില്ലായിരുന്നു, അനുമോൾക്കും അത്രയ്ക്കൊന്നും അറിയില്ലായിരുന്നു. ആദ്യത്തെ ആൻസറുകളൊന്നും അവിടെ അറിയില്ലായിരുന്നു കുറേ പേർക്കൊന്നും. പിന്നെ നമ്മുടെ സബ്മാൻ, പിന്നെ നമ്മുടെ നെവിന് ഒന്നും അറിയില്ലായിരുന്നു. നെവിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, നിൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ടും ഗെയിമിനെ കുറിച്ചിട്ടൊക്കെയാണ് ലാലേട്ടൻ ചോദിച്ച് പോയിട്ടുള്ളത്. എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു അനീഷ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് കുഴപ്പമില്ല, ഒരു 60% കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അനുമോളുടെ അടുത്തും ചോദിക്കുന്നുണ്ട്, ആദിലയുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടും ചോദിച്ച് വെക്കുന്നുണ്ട്. അനുമോളും ആദിലയുമായിട്ട് പ്രശ്നം ഒരു മറ്റേ ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതും ചോദിക്കുന്നുണ്ട്. പിന്നെ അക്ബറിൻ്റെ അടുത്തും ചോദിക്കുന്നു. അക്ബറും കുഴപ്പമൊന്നുമില്ല, ഒരു വെസലിലേക്ക് മാറ്റിയതും കുഴപ്പമൊന്നുമില്ല എന്നാണ് അനുമോളും പറയുന്നത്. അനുമോളെ കിച്ചൺ ടീമിൽ നിന്ന് വെസലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, അതും ചോദിച്ചു പോകുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിനെ കുറിച്ചിട്ടാണ്, മണി ടാസ്കുകളൊക്കെ നിങ്ങൾ ഗംഭീരമായിട്ട് പൂർത്തീകരിച്ചിരുന്നു. പിന്നെ ഇവർക്ക് അക്ബർ ചോദിക്കുന്നുണ്ട്, എനിക്ക് പൈസ ആവശ്യമുണ്ട്, എല്ലാവർക്കും 3 പേർക്കും കൂടെ ഭാഗം വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് ക്ലിയറായിട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. പിന്നെ നെവിൻ്റെ ആ ഒരു സങ്കടം കൊണ്ട് ഈ ലാലേട്ടൻ 3 ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. കാർ ടാസ്ക് മതി എന്നാണ് പറയുന്നത്, പൈസ എടുക്കാനുള്ളത്. അതും ഒരു ഇന്നൊക്കെയാണ് വെച്ചിട്ടുള്ളത്, കാർ ടാസ്കും മറ്റുള്ള പരിപാടികളും. ഇന്നലെ തന്നെ എല്ലാം ഓൾറെഡി ചോദിച്ച് പോയിട്ടുണ്ടായിരുന്നു. എന്നെങ്കിൽ കാർ ടാസ്കും എലിമിനേഷൻ റൗണ്ടുകളുമായിരിക്കും പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഒരാളെ കൂടെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ഒരാളെ കൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അത് അനുമോളാണ്. പിന്നെ എല്ലാവരും വിചാരിച്ചിരുന്നത് എലിമിനേഷൻ മറ്റേ 5 പേരുണ്ടാകില്ല, ആ ഒരു ഇതിലേക്കാണ് ഈ ഒരു ന്യൂറിനെ സെലക്റ്റാക്കിയിട്ടുള്ളത് എന്നാണ് ലാലേട്ടൻ അതും കൺഫർമേഷൻ ആക്കി കൊടുത്തിട്ടുണ്ട്. എലിമിനേഷൻ റൗണ്ടല്ല, ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ഒരാളെ ഇത് കൂടെ ഇതാക്കി വിട്ടതാണ് എന്നാണ് പറയുന്നത്. അതെല്ലാം ക്ലിയർ കട്ടായിട്ട് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. എന്തായാലും ഒരു സൂപ്പർ എപ്പിസോഡ് തന്നെയാണ്. പിന്നെ ആ ഒരു പ്രണയത്തെക്കുറിച്ചിട്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനീഷിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അനീഷാണെങ്കിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, എനിക്കിഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അനുമോളിന് ഒരു എപ്പിസോഡിൽ പറയുന്നത്. അനുമോൾക്കാണെങ്കിലോ അങ്ങനെ താല്പര്യമൊന്നുമില്ല, എന്നാൽ പോലും ചെറിയൊരു ഇഷ്ടമുണ്ട്, ലാലേട്ട ഫ്രണ്ടായി കാണാനാണ് താല്പര്യം എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു പൗഡർ റൂമിൽ ഇരുന്നിട്ട് ഈ ഒരു ആദിലയും ഈ ഒരു അനുമോളുമാണെങ്കിലും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവർ ഒരു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്, താല്പര്യത്തിനനുസരിച്ച് പോകുക എന്ന്. ഇത്രയും ദിവസം എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ജലദോഷമാണ്, മൂക്കടച്ചിട്ട് സൗണ്ട് അത്രയ്ക്കൊന്നും വരുന്നില്ല. എന്നാൽ പോലും ഞാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് എനിക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്.